എല്ലാവർക്കും SP ജോക്കോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് എല്ലാവരും കാത്തിരുന്ന ഇന്ത്യൻ റെയിൽവേയുടെ NTPCയുടെ ഷോർട്ട് നോട്ടീസിനെ പറ്റിയാണ്. രണ്ട് വ്യത്യസ്ത വിജ്ഞാപനങ്ങളായാണ് റെയിൽവേ ഇത്തവണ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 8113 NTPC ഗ്രാജുവേറ്റ് ഒഴിവുകളുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 05/2024, 3445 NTPC അണ്ടർ ഗ്രാജുവേറ്റ് ഒഴിവുകളിലേക്കുള്ള അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 06/2024, 11558 ഒഴിവുകളാണ് +2 കാറ്റഗറിയിലും ഡിഗ്രി കാറ്റഗറിയിലുമായി നിലവിൽ വന്നിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഗ്രാജുവേറ്റ് കാറ്റഗറി പോസ്റ്റിലേക്കുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നത് 14 സെപ്റ്റംബർ 2024 മുതലാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 13 ഒക്ടോബർ 2024. നമുക്കിനി ഏതൊക്കെ തസ്തികകളാണ് ഗ്രാജുവേറ്റ് കാറ്റഗറിയിൽ വന്നിരിക്കുന്നതെന്നും ഓരോ തസ്തികകളിലും എത്ര ഒഴിവുകൾ വീതമുണ്ടെന്നും നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, പേ ലെവൽ 6, 35,400 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 1736 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ, പേ ലെവൽ 6, 35,400 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 994 ആണ് വേക്കൻസി. ഗുഡ്സ് ട്രെയിൻ മാനേജർ, പേ ലെവൽ 5, 29,200 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 3144 വേക്കൻസി. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, പേ ലെവൽ 5, 29,200 ആണ് സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 1507 വേക്കൻസി. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, പേ ലെവൽ 5, 29,200 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 732 വേക്കൻസി. 1113 ഒഴിവുകളാണ് വിവിധ RRBകളിലായിട്ട് നിലവിൽ വന്നിരിക്കുന്നത്. പ്രായം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. ഉയർന്ന പ്രായപരിധിയായ 36 വയസ്സിൽ 3 വർഷത്തെ വയസ്സിളവും കൂടി റെയിൽവേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണയായിട്ട് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണെങ്കിലും കോവിഡ് സമയത്ത് പരീക്ഷ എഴുതാൻ സാധിക്കാതെ അവസരം നഷ്ടപ്പെട്ടു പോയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി റെയിൽവേ വൺ ടൈം റിലാക്സേഷനായിട്ട് 3 വർഷം കൂടി എക്സ്ട്രാ നൽകുന്നുണ്ട്. നമുക്കിനി റെയിൽവേയുടെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് കാറ്റഗറിയെ പറ്റി നോക്കാം. അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്ന ഡേറ്റ് 21 സെപ്റ്റംബർ 2024. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 20 ഒക്ടോബർ 2024. നമുക്കിനി ഏതൊക്കെ തസ്തികയാണ് എത്ര വീതം വേക്കൻസി ഉണ്ടെന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, പേ ലെവൽ 3, 21,700 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 2022 വേക്കൻസി. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, പേ ലെവൽ 2, 19,900 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 361 വേക്കൻസി. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, പേ ലെവൽ 2, 19,900 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 990 വേക്കൻസി. ട്രെയിൻസ് ക്ലർക്ക്, പേ ലെവൽ 2, 19,900 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 72 വേക്കൻസി. അങ്ങനെ അണ്ടർ ഗ്രാജുവേറ്റ് കാറ്റഗറിയിൽ 3445 വേക്കൻസികളാണ് വിവിധ RRBകളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാജുവേറ്റ് കാറ്റഗറിയിലെ പ്രായം 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. നോർമലി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ആണെങ്കിലും റെയിൽവേ കോവിഡ് സമയത്ത് അവസരം നഷ്ടപ്പെട്ടു പോയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി 3 വർഷത്തെ വയസ്സിളവും കൂടി നൽകുന്നുണ്ട് ഉയർന്ന പ്രായപരിധിയിൽ. അപേക്ഷാ ഫീസ് ജനറൽ OBC കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അതായത് ബാങ്ക് ചാർജ് ഡിഡക്റ്റ് ചെയ്ത് 400 രൂപ അടുപ്പിച്ച് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും ഓൺലൈൻ CBT അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. SC ST, എക്സ് സർവീസ്മെൻ, PWBD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 250 രൂപയാണ് എക്സാം ഫീസായിട്ട് വരുന്നത്. പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ബാങ്ക് ചാർജ് ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ള തുക നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ റെയിൽവേ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓരോ RRBകളിലെയും ഒഴിവുകൾ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ, ഡീറ്റെയിൽഡ് സിലബസ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കുക എന്നിവയൊക്കെ വിശദമായ വിജ്ഞാപനം വന്നതിന് ശേഷം പറയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്